ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അടുത്ത മൂവി ഹൃദയപൂർവ്വം, സത്യൻ അന്തിക്കാട് മൂവി. ഓക്കെ, അപ്പോൾ അത് ഫിലിമിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ സംഭവങ്ങളൊന്നുമില്ല. ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് ആശീർവാദ് സിനിമാസാണ്. ഡയറക്റ്റ് ചെയ്തേക്കുന്ന സത്യൻ അന്തിക്കാട്. ഒരു ടിപ്പിക്കൽ സത്യൻ അന്തിക്കാട് മൂവി പോലെ നമുക്ക് റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ മുന്നേ ഇതിൻ്റെ തിരക്കഥ ചെയ്തേക്കുന്നത് സോനു ടിപ്പി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. അതിൻ്റെ സ്റ്റോറി സത്യൻ അന്തിക്കാടിൻ്റെ മകൻ തന്നെ അഖിൽ സത്യനാണ് ചെയ്തേക്കുന്നത്. ക്യാമറ അനു മുത്തേടത്ത് എന്ന് പറഞ്ഞിട്ട് പടക്കളം സുഫിയും സുജാതൊക്കെ ചെയ്തിട്ടുള്ള ക്യാമറാമാനാണ്. പിന്നെ എഡിറ്റിങ് ഒരു പഴയ ആളാണ്, കെ രാജഗോപാൽ. പഴയ സെല്ലുലോയിഡ് അതുപോലെ ഇന്ത്യൻ പ്രണയകഥ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തേക്കുന്നത്. മ്യൂസിക് ബൈ ജസ്റ്റിൻ പ്രഭാകരൻ. പുള്ളി ഒരു തമിഴ് ഒക്കെ ചെയ്യുന്ന ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണെന്ന് തോന്നുന്നു. മ്യൂസിക് ഒന്നും അത്രയ്ക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് ഫിലിമിൽ എടുത്തു പറയത്തക്ക ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ കാസ്റ്റ് വരുന്നത് മോഹൻലാൽ, മാളവിക മോഹനൻ, സംഗീത് പ്രദീപ്, നമ്മുടെ അമൽ ഡേവിസ് ഉണ്ട് പടത്തിൽ. പിന്നെ സിദ്ദീഖ്, ലാലു അലക്സ്, പഴയ സംഗീത, പിന്നെ ബാബുരാജ്, ജനാർദ്ദന, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് പടത്തിൽ. പക്ഷെ ഓവറോൾ ഒരു ഡ്രാമ, ഒരു എന്താ പറയുക, റൊമാൻറ്റിക് ഡ്രാമ ജോൺറ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വലിയ കാര്യത്തിലുള്ള റൊമാൻസ് ഒന്നും ഇല്ല പടത്തിൽ. ഓവറോള് ലാലേട്ടനെ കാണാനുള്ള ഒരു ചന്തമുണ്ട്. ലാലേട്ടനെ എങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം ത്രൂ ഔട്ട് ഫിലിമിൽ. നല്ല ഭംഗിയായിട്ടുണ്ട്. പുള്ളി ഇടുന്ന ഷർട്ടുകളും കാര്യങ്ങളൊക്കെ നൈസാണ്. പുള്ളിക്ക് നല്ല മാച്ചായിട്ടുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ പടത്തിലുണ്ട്. പിന്നെ ലാലേട്ടനും അമൽ ഡേവിസും കൂടിയിട്ടുള്ള കുറേ കോമ്പിനേഷൻസ്. അമൽ ഡേവിസിൻ്റെ കുറച്ച് കോമഡി സാധനങ്ങളൊക്കെ പടത്തിനകത്ത് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൽ കുറേ ആൾക്കാരുണ്ട്, കുറച്ച് ആക്ടിങ് ബ്രില്യൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു ഡെപ്തുള്ള ക്യാരക്ടേഴ്സൊന്നും ഈ പടത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പടം ഓവറോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ച് മൂവി, അത്രയേ ഉള്ളൂ. എന്നാലും നമുക്ക് അങ്ങനെ ബോറടിപ്പിച്ച സിറ്റുവേഷൻസ് തോന്നിയില്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് കയറി കുറച്ച് ഏരിയയിലൊക്കെ ചെറിയൊരു ലാഗ് അടിച്ച് പിന്നെ അങ്ങനെ പടം അങ്ങനെ കഴിഞ്ഞ് പോയി. മുന്നത്തെ സത്യൻ അന്തിക്കാട് മൂവീസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവീസാണെന്ന് തോന്നുന്ന സാധനങ്ങളാണെങ്കിലും ഈ പടത്തിന് അങ്ങനെ ഒരു സംഭവം തോന്നിയില്ല. പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ബ്രില്യൻസ് എന്ന് പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ല. പടം ഒരു വൺ ടൈം വാച്ച് മൂവി, അത്രയാണുള്ളൂ ഈ ഫിലിം. പിന്നെ മെയിൻ കോമ്പിനേഷൻ സീൻസ് ഞാൻ പറഞ്ഞ പോലെ അമൽ ഡേവിസ് ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്, നമ്മുടെ മാളവിക മോഹനായിട്ടുള്ള കുറച്ച് സീനുകൾ, പഴയ സംഗീതമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, ലാലു അലക്സൊക്കെ എന്തോ കുറേ കാലത്തിന് ശേഷം ലാലു അലക്സിനെ സ്ക്രീനിലൊക്കെ കാണണമെന്ന് തോന്നുന്നു. പുള്ളിക്കൊന്നും ഭയങ്കരമായ ഡെപ്തുള്ളൊരു ക്യാരക്ടറൊന്നും ഇല്ല. ജസ്റ്റ് വരുന്നു പോകുന്നു ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ ഇത്രയാണ് ഹൃദയപൂർവ്വത്തിനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.